ഇരുമോന്റെ ഒന്ന് കാണാൻ. ജാനു നീ ഓടിയാടാ. എനിക്കത് ഓർത്തിട്ട് ചിരിയും വരുന്നത്. സീനു പിന്നെ എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? ഇള എങ്ങനെയുണ്ട്? സുഖമായ ഓൾറൈറ്റ് ആയ? ആ തോന്നും ഒരു 15 വർഷം മുമ്പ്. 15 വർഷം മുമ്പാ. എടേ ഇപ്പൊ കണ്ടാലെന്താ ഒരു കൊച്ചു ചുളം തന്നെയാണ്. നിങ്ങൾക്ക് എന്റെതാ തലയൊക്കെ നോക്കതാ. എവിടെ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രൂവ് ചെയ്യേ? ഈശ്വര, ഇവരെന്തൊക്കെയാണ് പറയണത്? എല്ലാം മാറി ഉഷാറായി. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. അങ്ങനെ ആവണം. അപ്പൊ പിന്നെ ഇനി എന്താ പരിപാടി? ലൈവൊക്കെ ഇടാറുണ്ടോ? വന്നവരുടെ ഓർഡർ പറ, വിശേഷങ്ങളൊക്കെ പറ. പറ പറ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറ. എത്ര ദിവസമായി? ഞാൻ ഇന്നലെ എത്ര മണിവരെ കാത്തിരുന്നറിയ നിങ്ങൾ രണ്ടുപേരെയും, ജാനുവിനെയും സീനുവിനെയും കാത്ത് ഇവിടെ മണിക്കൂറോളം കുത്തിയായിരുന്നില്ല ഫേസ് ലൈവ് ഇട്ട്. കണ്ടില്ല. അയ്യോ, പറ പറ. വല്ലരും ഓടിയാ? മീശ പിരിക്കല്ലേ? അറിയാം, മീശ പിരിക്കലെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ പിരിച്ചു പോകില്ലേ. മീശ ഒന്ന് ചെയ്യണ്ട. മീശയുടെ തുമ്പൊക്കെ ഒന്ന് വെട്ടണം. മീശ പിരിച്ച ഒരു വില്ല ലുക്കായി പോകും. വേണ്ടട്ടോ, നമുക്ക് എപ്പോഴും നോർമലാണത്. മീശയൊക്കെ പിരിക്കുന്നുണ്ട് അല്ലേ? മീശ പിരിക്കാൻ ഞാനത് ലാലേട്ടനോ? പറ. പിന്നെ എന്തൊക്കെയുണ്ട് പക്ഷെ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ? ഫുഡ് എന്തായിരുന്നു കഴിച്ചത്? സീനു ഇയാളത് ലൈവ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അത് പബ്ലിക് ആക്ക്. അത് അവിടെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ലൈവ് ചെയ്യുമ്പോൾ അത് പ്രൈവറ്റ് ആക്കി വെക്കരുത്, ഒരു ഗുണം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായ? ലൈവ് ചെയ്യുമ്പോൾ അത് പബ്ലിക് ആക്കണം, അത് പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. സീനുവിന്റെ വാച്ചർ ഒരിക്കലും കയറില്ല. എന്തിനാണ് എപ്പോഴാ അതിന് പബ്ലിക് ആക്കുന്നത്? എല്ലാം കൂടെ ഒരുമിച്ച് അത് പബ്ലിക് ആക്കാൻ നിൽക്കുമ്പോഴേയാ ഗുണം ഉണ്ടാകത്തില്ല. നമ്മൾ അന്ന് ചെയ്യുന്ന ലൈവിന്റെ അത് അപ്പോഴെപ്പോഴും പബ്ലിക് ആക്കിക്കോണം. 3 പേരുണ്ടല്ലോ വാച്ചിങ്ങില്. റിഷാദ് പോയോ? റിഷാദ് പോയോ? അതോ മുകളിൽ തന്നെ ഉണ്ടോ? ഒരു ഏണി ഇട്ട് തരാം, അതുവഴി ഇറങ്ങി വരാൻ വേണ്ടി. അച്ഛൻ എന്നാ ശരി കേട്ടോ. ഓക്കെ ബൈ. ഓക്കെ, താങ്ക് യു. പോവല്ലേ? പോവാണോ? നാലുപേര് മുകളിൽ ഇരിക്കാതെ കമന്റ് ഇടൂ, ലൈക്ക് അടിക്കൂ. റിഷാദ് ഇവിടെ ഉണ്ടോ? ഹാജരുണ്ടോ? എന്താ റിഷാദ് അനങ്ങാതിരിക്കുന്നത്? കമന്റ് ഇട്. എന്തൊക്കെയാണ് വിശേഷം?